കേരള വിഷൻ കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ് അവാർഡ് 2025 തിരുവനന്തപുരം ജില്ലാതല അവാർഡുദാന ചടങ്ങിൻ്റെ ഉദ്ഘാടന വേദിയാണിത്. കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ് അവാർഡുമായി ബന്ധപ്പെട്ടിട്ട് കേരള വിഷൻ ന്യൂസ് ലക്ഷ്യം വയ്ക്കുന്ന കാര്യങ്ങൾ വളരെ വിശദമായി ഇവിടെ പ്രതിപാദിച്ചു പോയിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ കുടുംബശ്രീ യൂണിറ്റുകൾ അതിൻ്റെ പ്രവർത്തനങ്ങളടക്കമുള്ള കാര്യങ്ങളെ എത്രത്തോളമാണ് നമ്മുടെ ഈ സൊസൈറ്റി ഇപ്പോൾ തിരിച്ചറിയുന്നത് എന്നുള്ള കാര്യത്തിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിറങ്ങുമ്പോഴാണ് നമുക്ക് പലതരത്തിലുള്ള സംശയങ്ങൾ തന്നെ ഉണ്ടാകുന്നത്. ഏതൊക്കെ മേഖലയിലാണ് കുടുംബശ്രീ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ സമീപിക്കുന്ന ഭൂരിഭാഗം അംഗങ്ങൾക്കും ഒട്ടുമേ ബോധ്യമില്ല എന്നുള്ളതാണ് സാധാരണ ജനങ്ങളുടെ ഇടയിൽ നിന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഒരു പുതുതലമുറ എന്താണ് കുടുംബശ്രീ യൂണിറ്റ്, എന്താണ് കുടുംബശ്രീ യൂണിറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അംഗങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ അവർക്ക് അവരുടെ വീടുകളിൽ തുറന്നു പറഞ്ഞാൽ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് മാത്രം ആ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരു പുതുതലമുറയ്ക്ക് അറിവുള്ളൂ. ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് മുതൽ ഞങ്ങൾ മനസ്സിലാക്കിയത്, ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് മുതൽ IT മേഖലയിൽ വരെ വ്യത്യസ്തമായ മേഖലകളിൽ ഞങ്ങളെപ്പോലും അമ്പരപ്പിക്കുന്ന വ്യത്യസ്ത മേഖലകളിലാണ് കുടുംബശ്രീ യൂണിറ്റുകൾ എന്നുള്ളത്. ആദ്യ ജില്ലാതല പരിപാടി കോഴിക്കോടാണ് നമ്മൾ സംഘടിപ്പിച്ചത്. ഏതാണ്ട് 3 കോടി വാർഷിക വരുമാനമുള്ള കുടുംബശ്രീ യൂണിറ്റ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കോഴിക്കോട് 100 ആപ്ലിക്കേഷനാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ 10 പേരെ തിരഞ്ഞെടുക്കുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. തിരുവനന്തപുരത്ത് വന്നപ്പോൾ അത് 75 അപേക്ഷകൾ നമുക്കുണ്ടായി. ആ യൂണിറ്റുകളെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ടല്ലോ, അവരെ ഒന്ന് കാറ്റഗറൈസ് ചെയ്യുക. ഒരു യൂണിറ്റ് ഒരു കാറ്റഗറിയിൽ നിന്ന് ഒരാളെ വീതം പങ്കെടുപ്പിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ അതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു. കുറച്ച് വേഗത്തിലും കുറച്ച് നിസ്സാരമായും കൈകാര്യം ചെയ്യാം എന്ന ഒരു ധാരണയോടുകൂടിയാണ് ഞങ്ങൾ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് വരുന്നത്. അത്ര എളുപ്പമല്ല എന്നും കുടുംബശ്രീ നമ്മൾ മനസ്സിലാക്കിയ ഒരു പദ്ധതിയല്ല, അല്ലെങ്കിൽ അതൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു യൂണിറ്റ് അല്ല എന്നും നമുക്ക് മനസ്സിലായി. ഏറ്റവും ഞാൻ സാധാരണക്കാർ എന്ന് ഉദ്ദേശിക്കുന്നത് സമ്പത്തോ അവരുടെ ജീവിത നിലവാരമോ അല്ല. ഒരുപക്ഷെ പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് പോലും വലിയ ബന്ധമില്ലാതെ തന്നെ തൻ്റെ ജീവിത ചുറ്റുപാടുകളും തൻ്റെ വീടും പറമ്പും ഒക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വീട്ടമ്മമാർ പോലും ആഴ്ചയിൽ ഒരു ദിവസം മീറ്റിങ്ങുകൾ കൂടുന്നുണ്ട്. അതിൽ ഒരാൾ അധ്യക്ഷയാകുന്നുണ്ട്, ഒരാൾ സ്വാഗതം പറയുന്നു, ഒരാൾ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു, ഒരാൾ കണക്ക് അവതരിപ്പിക്കുന്നു, ഒരാൾ പ്രൊജക്റ്റ് അവതരിപ്പിക്കുന്നു, ഒരാൾ നന്ദി പറയുന്നു. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്തരം പ്രക്രിയകളൊക്കെ നടക്കുന്നത് ഒരു ക്ലാസ് ലെവലിലുള്ള ബിസിനസ് ലെവലുകളിലും മറ്റ് അസോസിയേഷൻ ലെവലുകളിൽ നിന്നുമാണെന്നാണ്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ചിട്ടയായ പ്രവർത്തനം, കുറച്ചുകൂടി അച്ചടക്കത്തോടു കൂടിയുള്ള പ്രവർത്തനം, കുറച്ചുകൂടി ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പ്രവർത്തനം, അതിലുപരി കുറച്ചുകൂടി സാമ്പത്തിക അച്ചടക്കമുള്ള പ്രവർത്തനം കുടുംബശ്രീ യൂണിറ്റുകൾക്കുണ്ട് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഊരാളുങ്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതും അതിനേക്കാൾ കൂടുതൽ ഈ സമൂഹത്തിലേക്ക് പരിചയപ്പെടുത്തേണ്ടതും അതിനേക്കാൾ കൂടുതൽ ഈ സമൂഹം അറിഞ്ഞിരിക്കേണ്ടതുമായ പദ്ധതികളും യൂണിറ്റുകളും കുടുംബശ്രീയുടെ തന്നെയാണ്. 1997 മെയ് 17 മലപ്പുറത്ത് കേരളത്തിൽ കണ്ട ഏറ്റവും ജനകീയമായ മുഖ്യമന്ത്രിമാരിൽ ഒരാളായിട്ടുള്ള EK നയനാർ മന്ത്രിസഭ നേതൃത്വം കൊടുത്ത് മലപ്പുറത്ത് അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള AB വാജ്പേയി അവർ അന്ന് തിരിതെളിക്കുമ്പോൾ ആരുമേ ധരിച്ചിട്ടുണ്ടാവില്ല ഈ പദ്ധതി നാളെയുടെ ചരിത്രമാകാൻ പോകുന്നു എന്നുള്ളത്.
ചിലപ്പോൾ അങ്ങനെ ആരെങ്കിലും ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് നാളെയുടെ ചരിത്രമാണ് എന്ന് തോന്നിയവരുടെ ഉള്ളിൽ പോലും ഇത്ര കണ്ട് വലിയ വിജയത്തിലേക്ക് എത്തും എന്ന്, അല്ലെങ്കിൽ ഇത്രത്തോളം വലിയ ഒരു തലത്തിലേക്ക് ഈ പദ്ധതി എത്തും എന്ന് ധരിക്കാൻ യാതൊരു സാധ്യതയും ഉണ്ടെന്ന് ഞങ്ങളുടെ പഠനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്. കാരണം അത്രത്തോളം മികച്ച പ്രവർത്തനങ്ങളാണ്. 46 ലക്ഷത്തോളം വരുന്ന വീട്ടമ്മമാർ, 46 ലക്ഷത്തോളം വരുന്ന വനിതകൾ, ഇന്ന് ഇന്ത്യക്ക് മാത്രമല്ല ആ യൂണിറ്റ്, ആ പദ്ധതി ലോകത്തിന് മാതൃകയാകുന്ന വളരെ ബൃഹത്തായ ഒരു പദ്ധതിയായി കുടുംബശ്രീ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിനെ ഈ സമൂഹത്തിൽ തിരിച്ചറിയണം. അതിനെ ഈ സമൂഹത്തിന് ആ കുടുംബശ്രീ യൂണിറ്റുകൾ എന്താണെന്നും, പക്ഷേ നമുക്കതിനകത്ത് തോന്നിയ ഏറ്റവും വിഷമകരമായ ഒരു കാര്യം, ഏറ്റവും ദൗർഭാഗ്യകരമായി തോന്നുന്ന ഒരു കാര്യം, ആ കുടുംബശ്രീ യൂണിറ്റുകൾ മുന്നോട്ട് വയ്ക്കുന്നത്, അത് കാർഷിക മേഖല, കാർഷിക വിളകളായിക്കോട്ടെ, കാർഷിക മേഖലയായിക്കോട്ടെ, അല്ലെങ്കിൽ ഭക്ഷ്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ, അതല്ലെങ്കിൽ മറ്റ് IT മേഖലയുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ചെറിയ വസ്ത്രനിർമ്മാണ യൂണിറ്റുകളായിക്കോട്ടെ, ചെറിയ മറ്റ് വ്യവസായ യൂണിറ്റുകളായിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ ഉൽപ്പന്നങ്ങൾക്ക് അർഹമായ പരിഗണന, ഇതിൻ്റെയൊക്കെ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള പരിഗണന, അവരുടെ കഷ്ടപ്പാടിനനുസരിച്ചിട്ടുള്ള മൂല്യം നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇത് പരിചയപ്പെടുത്താൻ ഒരു പ്ലാറ്റ്ഫോം ഇല്ല. ഇത് പരിചയപ്പെടുത്തേണ്ടതായ, ഇതിന് വിറ്റഴിക്കേണ്ടതായ ഒരു പ്ലാറ്റ്ഫോമുകൾ വേണ്ട വിധത്തിൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പറഞ്ഞത്. അവിടെയാണ് കേരള വിഷൻ ഞങ്ങൾക്ക് ഇത്ര കണ്ട് സ്വീകാര്യത ഒരു പക്ഷേ ഈ യൂണിറ്റുകളിൽ നിന്ന് കിട്ടുമെന്നുള്ള ധാരണയിലല്ല, മറിച്ച് കുറച്ച് യൂണിറ്റുകൾ ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ ഇത് സമൂഹത്തിൽ അറിഞ്ഞിരിക്കേണ്ടതാണ്, ഇത് സമൂഹം പരിചയപ്പെട്ട് ഇരിക്കേണ്ടതാണ്, ഇതിന് സമൂഹത്തിൽ വേണ്ട രീതിയിൽ പ്രാധാന്യം കിട്ടേണ്ടതാണെന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കുടുംബശ്രീ യൂണിറ്റുകളെ കേരളത്തിൻ്റെ കുടുംബങ്ങളിലേക്ക്, 30 ലക്ഷം കുടുംബങ്ങളിലേക്ക് പരിചയപ്പെടുത്താൻ കേരള വിഷൻ തയ്യാറാകുന്നത് എന്നുള്ളതാണ്. കേരള വിഷൻ മറ്റ് സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ നിരവധി ഏറ്റെടുക്കുന്ന ഒരു ചാനലാണ്. ഞങ്ങൾ എന്താണ് ഈ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് എത്രയോ മികച്ച വ്യവസായ സംരംഭകരുള്ള നാടാണ് കേരളം. എത്രയോ വലിയ താല്പര്യങ്ങളുള്ള, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഒരു ചാനൽ ഒരുപക്ഷെ ഇതേപോലെ ഒരു യൂണിറ്റിലേക്ക് നമ്മുടെ ഒരു ചാനലിനെ മറ്റ് വലിയ വ്യവസായ ഗ്രൂപ്പുകളിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി ആ ചാനലിന് സാമ്പത്തിക ഭദ്രത കൂടി ലഭിക്കും. അത് നിങ്ങൾ മറ്റ് ചാനലുകളൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കുറച്ചുകൂടി. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു 10-30 വർഷമായി കേരളത്തിലെ സാധാരണ മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുന്നവരാണ്. കേരളത്തിലെ ഏതാണ്ട് 5000-ഓളം വരുന്ന സാധാരണക്കാരായ ആളുകൾ, ഈ സാധാരണക്കാരായ ആളുകളുടെ ഇടയിൽ ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും ആ പ്രതിബദ്ധത ഈ നാട്ടിലെ സാധാരണ മനുഷ്യരോടാണ് എപ്പോഴും കാണിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുടുംബശ്രീ യൂണിറ്റുകളെ ഈ 30 ലക്ഷം വീടുകളിലേക്ക് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തണം, അവരുടെ ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടുത്തണം, അവരുടെ കഷ്ടപ്പാടുകളെ പരിചയപ്പെടുത്തണം എന്ന് നമുക്ക് തോന്നിയത്. പക്ഷെ അവിടെ ഞങ്ങളുടെ പോലും ശ്രദ്ധയെ അത് തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് ഞങ്ങളുടെ മുന്നിലേക്ക് വരുന്ന എൻട്രിയും അവർ ഞങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്ന ദീർഘവീക്ഷണമായ കാഴ്ചപ്പാടുകളുമൊക്കെ. വെറുതെ കുറേ വരുന്ന അപേക്ഷകളിൽ നിന്ന് കേരള വിഷൻ്റെ ഏതെങ്കിലും ഞങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ടീം മാറിയിരുന്ന് ഞങ്ങളല്ല അത് സെലക്ട് ചെയ്യുന്നത്. മികച്ച ഒരു ജൂറി പാനൽ ഞങ്ങൾ അതിനു വേണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ജില്ലയിൽ നിന്നും ഞങ്ങൾ അങ്ങനെ ഒരു ജൂറി പാനൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പ്രമുഖ എഴുത്തുകാരിയും മലയാളം മിഷൻ്റെ മുൻ ഡയറക്ടർ കൂടിയായിട്ടുള്ള പ്രൊഫസർ സുജാ സൂസൻ ജോർജാണ് ജൂറി അംഗമായിട്ടുള്ളത്. മറ്റൊന്ന് തിരുവനന്തപുരം നഗരത്തിലെ പ്രശസ്ത മനഃശാസ്ത്ര വിദഗ്ധ ഡോക്ടർ റാണി രജനിയാണ്. മൂന്നാമതൊന്ന് കേരള വിഷൻ്റെ ഭാഗം കൂടിയായിട്ടുള്ള മികച്ച പ്രമുഖ പത്രപ്രവർത്തകൻ കൂടിയായിട്ടുള്ള PK സുനിൽനാഥാണ്. ഇത്തരത്തിൽ 14 ജില്ലകളിൽ നിന്ന് മികച്ച 10 യൂണിറ്റുകൾ, ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു 10 യൂണിറ്റുകളെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് വളരെ വളരെ കഷ്ടപ്പാടാണ്. പക്ഷെ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ പിന്നിൽ നിൽക്കുന്നവരൊന്നും മോശക്കാരല്ല. അവരുടെ കഷ്ടപ്പാടും അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും അവർ മുന്നോട്ട് വെക്കുന്ന അവരുടെ പദ്ധതികളും തള്ളിക്കളഞ്ഞുകൊണ്ട് 10 പേരെ സെലക്ട് ചെയ്യുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും അങ്ങനെ ഓരോ ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 10 അംഗങ്ങളെ വെച്ചിട്ട് 140 അംഗങ്ങളെ വെച്ചിട്ട് അടുത്ത 2026 ജനുവരിയിൽ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ കൂടി സഹകരണത്തോടു കൂടി ഒരു ഗ്രാൻഡ് ഫിനാലെയോടു കൂടിയാണ് ഈ വർഷത്തെ ഈ അവാർഡ് സമാപിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന, ഈ സൊസൈറ്റി വളരെ ശ്രദ്ധിക്കപ്പെടുന്ന കോഴിക്കോട്, മറ്റൊന്നുകൂടി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, കോഴിക്കോട് ഞങ്ങൾ അതിനുശേഷം നടത്തിയ കലാപരിപാടി, ആ കലാപരിപാടിയിൽ പങ്കെടുത്തത് ഇതേ സ്ത്രീശക്തി യൂണിറ്റുകളിലെ അംഗങ്ങൾ തന്നെയാണ്. അവർക്ക് ഞങ്ങൾ മികച്ച ട്രെയിനിങ് നൽകിയപ്പോൾ അവർ മികച്ച നർത്തകരായി, അവർ മികച്ച ഗായകരായി, അവർ മികച്ച അഭിനേതാക്കളായി.
അതിനേക്കാൾ ഞങ്ങളെ അമ്പരപ്പെടുത്തിയെന്നുള്ളത്. അപ്പം നിങ്ങൾ ഇവിടെ എങ്ങും അവസാനിക്കുന്ന ഒരു യൂണിറ്റുകളല്ല ഇതൊക്കെ എന്നുള്ളതാണ്. തീർച്ചയായും ഒറ്റവാക്കിൽ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ, ഈ വലിയ ഒരു പരിപാടിയുടെ ഭാഗമാകാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷനായിട്ടുള്ളത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ ഏറെ ബഹുമാന്യനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പ്രവീൺ മോഹനാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഏറെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടി, ഈ ജനകീയ പരിപാടി എന്ന് തന്നെ പറയാം, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് തീർച്ചയായും ഞങ്ങളുടെ തന്നെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഒട്ടും അന്യമല്ലാത്ത, ഏറെ ഞങ്ങളോട് അടുത്ത് നിൽക്കുന്ന ഒരംഗം തന്നെയാണ് മിനിസ്റ്റർ. തീർച്ചയായും അദ്ദേഹത്തെ സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി ബഹുമാന്യനായ ശ്രീ കെ രാജൻ സാറിനെ ഏറെ ആദരവോടെ സ്നേഹത്തോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ കമ്പനിയുടെ കേരള വിഷൻ ന്യൂസിൻ്റെ ചെയർമാൻ ശ്രീ സിബി പി എസിനെ ഈ യോഗത്തിലേക്ക് ഏറെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. സിഡ്കോയുടെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ ഒരു സഹകരണ സംഘമാണ് സിഡ്കോയുടെ പ്രസിഡന്റും സംഘടനയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും കൂടിയായിട്ടുള്ള ശ്രീ കെ വിജയകൃഷ്ണൻ അവരുടെ ഈ യോഗത്തിലേക്ക് ഏറെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. കേരള വിഷൻ ന്യൂസിൻ്റെ മാനേജിംഗ് ഡയറക്ടറും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും കൂടിയായിട്ടുള്ള ശ്രീ പ്രജീഷ് അച്ചാണ്ടി, അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഏറെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ ഏറെ അടുത്ത സുഹൃത്തും യെല്ലോ ക്ലൗഡിൻ്റെ ഫൗണ്ടർ കൂടിയായിട്ടുള്ള ശ്രീ ശിവപ്രസാദ് അവരുടെ ഏറെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബഹുമാന്യനായ ശ്രീ രജനീഷിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ക്യൂടിയുടെ മാനേജിംഗ് ഡയറക്ടർ ബഹുമാന്യനായ ഖാലിദ് അവരുടെ ഏറെ ആദരവോടുകൂടി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ കമാലുകുട്ടിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെയും കമ്പനിയുടെയും മുഴുവൻ ഭാരവാഹികൾ, സഹപ്രവർത്തകർ, മാധ്യമ സുഹൃത്തുക്കളെ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ തിരുവനന്തപുരത്ത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങുവാനും ഈ പരിപാടിക്ക് പിന്തുണ നൽകാനുമായി എത്തിയിട്ടുള്ള മുഴുവൻ കുടുംബശ്രീ ഭാരവാഹികളെയും അതിൻ്റെ പ്രവർത്തകരെയും ഏറെ സ്നേഹത്തോടെ, ആദരവോടെ, ബഹുമാനത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷനെ ക്ഷണിക്കുന്നു.